ഓക്കെ, ഞങ്ങളിപ്പോൾ ഡീപ്പിലെത്തിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ കുറച്ച് ലേറ്റായി, ഫുള്ള് ബ്ലോക്കായിരുന്നു. അതാണ് മെയിൻ എൻട്രൻസ്. ടിക്കറ്റ് കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. ഞാനെന്തായാലും ടിക്കറ്റിന് വേണ്ടിയിട്ട് പോവാം. ടിക്കറ്റ്സ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് നോക്കാം, അകത്തേക്ക് പോയി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ ഡീപ് സീലാണ്. അപ്പോൾ ഡീപ് സീ ഹള്ളിലാണുള്ളത്. ഇവിടെ 21 പൗണ്ടാണ് ഒരു മെമ്പർഷിപ്പിന് ഫോർ എൻ ഇയർ. അത് മാത്രമല്ല, ഒരു തവണ ടിക്കറ്റ് എടുത്താൽ 12 months നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡീപ്പിൽ വന്ന് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. മാപ്പിൻ്റെ അത് പ്ലെയിൻ ചുമ്മാ ഇങ്ങനെ ടൈപ്പാണ്, ഡെപ്തൊക്കെ വെച്ചിട്ട്. ഇത് കണ്ടോ, വാട്ടർ എല്ലാം റിമൂവ് ചെയ്താൽ ഓഷ്യന്റെ ഫ്ലോർ ഇങ്ങനെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അവിടെ ചെന്നാലും നമ്മുടെ ഇന്ത്യയെ നമ്മളെപ്പോഴും സ്പോട്ട് ചെയ്യും. അത്യാവശ്യം ഡെപ്തൊക്കെ പറയുന്നുണ്ട്. കാണിച്ചു കൊടുത്തേക്കാം. ആ ഏരിയയിൽ അവിടെയാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് UK. ദ ഡീപ്പ് എന്ന് പറയുന്ന ഈ അക്വാറിയത്തിൽ 5,000 ഡിഫറെൻറ്റ് സ്പീഷീസിനെ 50 ഡിഫറെൻറ്റ് വേ ഓഫ് ഡിസ്പ്ലേസിലാണ് അവർ ഇട്ടിരിക്കുന്നത്. ഹള്ളിലെ മൾട്ടി അവാർഡ് വിന്നിങ് ആയിട്ടുള്ളൊരു അക്വേറിയമാണ് ദ ഡീപ്പ്. ഇത് കാണാൻ പോയ സമയത്ത് എന്താ പറയുന്നത്, ഇതിന് ഇത്രയും ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അക്വേറിയമാണ്. ഇതവർ എഡ്യൂക്കേഷണൽ ആസ് വെൽ ആസ് കൺസർവേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ഒരു അക്വേറിയം. എല്ലാത്തരം ടൈപ്സ് ഓഫ് സ്പീഷീസിൻ്റെയും ഒത്തിരി വെറൈറ്റീസ് കാണാൻ പറ്റും. സോ ഐ തിങ്ക് എഡ്യൂക്കേഷൻ പേർപ്പസിന് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബഫർ ഫിഷിനെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കേട്ടത്. ജീവനുള്ളവരേത്, അതൊക്കെ ജീവനുള്ളവർക്ക് പച്ചയ്ക്ക് അത് കണ്ടു. അതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോറലാണത്. ഇതിനകത്ത് കുറേ ബബിൾ കോറൽ, ഇങ്ങനെ ലോബ്ഡ് ബ്രെയിൻ കോറൽ കണ്ടോ. ബബിൾ കോറൽ ഉണ്ട്, കോറൽ റെഡ് ഫിഷ് ഉണ്ട്, ലോബ്ഡ് ബ്രെയിൻ കോറൽ ഉണ്ട്, എലഗൻസ് കോറൽ ഉണ്ട്. കോറലിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതാണ് എലഗൻസ് കോറൽ, ഇതാണ് ലോബ്ഡ്. അതെ അതെ, ഇതാണോ? ഇത് കണ്ടോ, എനിക്കിത് കണ്ടിട്ട് ചൊറിയുന്നു. അങ്ങോട്ട് നോക്കിയേ, ഷാർക്ക്. ഇത് ഭയങ്കര ഡീപ്പാ കേട്ടോ, ഇത് കണ്ടോ. വേറൊരുത്തം വരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്ത് രസവാനെ കാണാൻ. തക്കട് ഇതാണ് എന്ത്, ക്ലൗൺ ഫിഷ്. കോമൺ ക്ലൗൺ ഫിഷ്. അങ്ങനെ
അങ്ങനെ നീമോയെ കണ്ട് മുന്നിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടത്. കുറച്ച് പെൻഗ്വിൻസ് ഇരിക്കുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയത് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ലൈറ്റ്സ് എല്ലാം ഓഫ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ല. ആമസോൺ മിൽക്ക് ഫ്രോഗ്. കണ്ടോ, അതാണ് ആമസോൺ മിൽക്ക് ഫ്രോഗ്. എന്തൊക്കെ പേരല്ലേ, കൊള്ളാം. ഇതാണ് 2.5 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള തവള. ഇവൻ്റെ പേരാണ് ഗ്രീൻ നൻഡല്ല. കണ്ടോ ചാടി ചാടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഡീപ്പ് ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നല്ല എന്താ പറയുന്നത്, നല്ല കാഴ്ചകളൊക്കെ കണ്ടു. വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ടൈം വാച്ച് ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഒത്തിരി സാധനങ്ങൾ കാണാനുണ്ട്. മറൈൻ ഫിഷസ്, റെപ്റ്റൈൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ ഇവിടെ അടുത്തുള്ളവർക്ക് എന്താ പറയുക, ഒരു 1 ടൈം വാച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കണ്ട് ഫാമിലിയായിട്ട് പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബിഫോർ 5 o'clock ഇവിടെ എത്തണം, എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.